സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് മലയാളം ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള അവസാനം ഫൈനൽ ലാപ്പ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കാണാനുള്ള ആഗ്രഹം എന്നതിനുള്ള ഒറ്റപ്പദം ഏത്? കാണാനുള്ള ആഗ്രഹം എന്നതിനുള്ള ഒറ്റപ്പദം ഏത് എന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ആൻസർ കൃത്യമായിട്ട് നോക്കുക, ഓപ്ഷൻസ് നോക്കുക. പിപ്പാസ, ദിദൃക്ഷ, ദർശനം, ജിജ്ഞാസ. പിപ്പാസ, ദിദൃക്ഷ, ദർശനം, ജിജ്ഞാസ. അപ്പോൾ കാണാനുള്ള ആഗ്രഹം എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ഏത്? സംശയമൊന്നും വേണ്ട, ആൻസർ ഓപ്ഷൻ സി. ദർശനമായിട്ട് തോന്നും, പക്ഷേ അല്ല, ഏതാണ്? ദിദൃക്ഷ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒറ്റപ്പദങ്ങൾ നമ്മൾ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റനാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ പിപ്പാസ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അല്ലേ, എന്താണ്? കാണാനുള്ള ആഗ്രഹം പോലെ തന്നെ പിപ്പാസ എന്ന് വെച്ചാൽ കുടിക്കാനുള്ള ആഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപ്പദമാണ് പിപ്പാസ, അല്ലേ? കുടിക്കാനുള്ള ആഗ്രഹമാണ്, കുടിക്കാനുള്ള ആഗ്രഹം. ജിജ്ഞാസ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അറിയാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ എന്ത് പറയുക? ജിജ്ഞാസ എന്ന് പറയുക, അറിയാനുള്ള ആഗ്രഹം. ദർശനം എന്ന് വെച്ചാൽ ഒരു വേർഡ് മീനിങ് മാത്രമേ ഉള്ളൂ. ദർശനം അല്ലെ, കാഴ്ച എന്നൊരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദർശനം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രോതാവ് എന്നതിൻ്റെ എതിർലിംഗം ഏത്? അപ്പോൾ എതിർലിംഗങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ മലയാളത്തിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നിരുന്നാൽ പോലും ഓർമ്മിക്കുവാണ്. അതിലുണ്ട് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രോതാവ് എന്നതിൻ്റെ എതിർലിംഗം ഏത് എന്നാണ് ചോദ്യം. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ശ്രോതി, ശ്രോതസ്വി, ശ്രോതസ്വിനി, അതുപോലെ തന്നെ ശ്രോതാത്രി. 4 ഓപ്ഷൻസാണ് തന്നത്. ഞാൻ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഏതൊക്കെയാണെന്നില്ല വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ വേർഡ് ഇത്രയുള്ളൂ. ശ്രോതാവ് എന്നതിൻ്റെ എതിർലിംഗം ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ശ്രോതാവ് എന്നതിൻ്റെ എതിർലിംഗം ഏത് എന്നാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ? ശ്രോതാവ് എന്നതിൻ്റെ എതിർലിംഗം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുമോ? ആൻസറിൻ്റെ സംശയമൊന്നും വേണ്ട. ആൻസർ വരുന്നത് ഇവിടെ എതിർലിംഗം ശ്രോതിയാണ് കേട്ടോ. ശ്രോതി, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ശ്രോതി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ശ്രോതി. അടുത്ത ക്വസ്റ്റ്യൻ: തരം പോലെ 2 വശത്തും ചേരുന്ന ആളുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശൈലി ഏത്? തരം പോലെ 2 വശത്തും ചേരുന്ന ആളുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശൈലി ഏത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: കൗടില്യനീതി, കായംകുളം വാൾ, കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ തുറുപ്പ് ചീട്ട്. കൗടില്യനീതി, കായംകുളം വാൾ, കുഞ്ചിരാമൻ, അതുപോലെ തന്നെ തുറുപ്പ് ചീട്ട് എന്നിങ്ങനെയുള്ള 4 വാക്കുകളിൽ നമ്മൾ ചോദിച്ചെന്താണ്? തരം പോലെ 2 വശത്തും ചേരുന്ന ആളുകളെ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, 2 വശത്തും ചേരുന്ന ആളുകളെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ് ചോദിച്ചത്, അല്ലേ? ആൻസർ ഏതാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഏതാണ് വരിക ആൻസർ? കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ് വരിക? ഓപ്ഷൻ എ, ബി, സി, ഡി. ഒന്നും വേണ്ട, കായംകുളം വാൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. കായംകുളം വാൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഇരുതലക്കും മൂർച്ചയുണ്ട് കേട്ടോ. 2 ഭാഗത്തും മൂർച്ചമുള്ള വാളാണ് കായംകുളം വാൾ. അതുകൊണ്ടാണ് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ശൈലിയായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ? അപ്പോൾ 2 ഭാഗത്തും, അതാണ് 2 വശത്തും ചേരുന്ന ആളുകളെ സൂചിപ്പിക്കാനായിട്ട് കായംകുളം വാൾ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത്: തെറ്റുള്ള വാക്യം കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. തെറ്റുള്ള വാക്യം കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. നോക്കാം, 4ാമത്തെ ചോദ്യം, തെറ്റുള്ള വാക്യം. അപ്പോൾ ഇവിടെ നമുക്ക് എ, ബി, സി, ഡി 4 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ തെറ്റുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഒരെണ്ണം തെറ്റുണ്ടാവും, അല്ലേ? നോക്കാം. ഓക്കെ, ശരി, ഇപ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, നോക്കാം. ഒന്നാമത് നോക്കിയേ: മഴ നനഞ്ഞ കുട്ടികൾ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്തിരിക്കണമെന്ന് മാനേജർ നിർദ്ദേശിച്ചു. രണ്ടാമത്തത്: മഴ നനഞ്ഞ കുട്ടികൾ മാനേജർ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്തിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഓപ്ഷൻ സി: സ്റ്റേജിൻ്റെ ഇടതുഭാഗത്ത് മഴ നനഞ്ഞ കുട്ടികൾ ഇരിക്കണമെന്ന് മാനേജർ നിർദ്ദേശിച്ചു. ഓപ്ഷൻ ഡി: മാനേജർ മഴ നനഞ്ഞ കുട്ടികൾ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്തിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. നമ്മൾ വായിക്കുന്നതനുസരിച്ചാണ് ഇത് മനസ്സിലാവുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഇവിടെ ഏതാണ് തെറ്റായ വാക്യം എന്നാണ് ചോദിച്ചത്. 3 എണ്ണം ശരിയായിരിക്കും, 1 എണ്ണം തെറ്റായിരിക്കും. ഏതാണ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആൻസർ ഏതാണ് പറയാൻ പറ്റുമോ എന്നുള്ളത്, അല്ലേ? ഏതാണ് വരിക? സംശയമൊന്നും വേണ്ട, ആൻസർ നോക്കിയേ: മഴ നനഞ്ഞ കുട്ടികൾ മാനേജർ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്തിരിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഓപ്ഷൻ ബി നോക്കിയേ, ഇത് നമുക്കൊരു പൂർണ്ണത കിട്ടുന്നുണ്ടോ? വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഒരു പൂർണ്ണത ഇല്ലല്ലോ ഇതിൽ, അല്ലേ? മഴ നനഞ്ഞ കുട്ടികൾ മാനേജർ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്തിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ ആരോട്, അല്ലേ? മഴ നനഞ്ഞ കുട്ടികൾ മാനേജറോടാണോ പറയുന്നതല്ല മാനേജർ കുട്ടികളോടാണോ പറയുന്നതിൽ ഒരു കൺഫ്യൂഷൻ അവിടെ നമുക്ക് വരുന്നുണ്ട്. ബാക്കിയൊക്കെ ക്ലിയർ ആണ്. നോക്കിയേ: മഴ നനഞ്ഞ കുട്ടികൾ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്തിരിക്കണമെന്ന് മാനേജർ നിർദ്ദേശിച്ചു. അത് മാനേജർ പറയുന്നുണ്ട്. 2, സ്റ്റേജിൻ്റെ ഇടതുഭാഗത്ത് മഴ നനഞ്ഞ കുട്ടികൾ ഇരിക്കണമെന്ന് മാനേജർ നിർദ്ദേശിച്ചു. അതും കറക്റ്റാണ്, അല്ലേ? അതുപോലെ തന്നെ മാനേജർ ഒരു കോമി ഇവിടെയുണ്ട്. മഴ നനഞ്ഞ കുട്ടികൾ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്ത് ഇരിക്കണമെന്ന് നിർദ്ദേശിച്ചു. എല്ലാം കറക്റ്റാണ്. അടുത്തത്: കോമ എന്ന ചിഹ്നത്തിൻ്റെ മലയാള പേര് എന്ത്? കോമ എന്ന ചിഹ്നത്തിൻ്റെ ഈ തന്ന ചിഹ്നം ഉണ്ടല്ലോ, കോമയുണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന കോമയുണ്ടല്ലോ, അതിൻ്റെ മലയാള പേര് എന്തെന്നാണ് ചോദ്യം. അപൂർണ്ണ വിരാമം, പൂർണ്ണവിരാമം, അല്പവിരാമം, അർദ്ധവിരാമം. അതിൻ്റെ മലയാള പേര് എന്തെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ചിഹ്നങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ചിഹ്നങ്ങൾ ചെയ്തിട്ടുണ്ട്, ചാനലിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഏതാണ് വരിക? കോമ എന്നുള്ളതിൻ്റെ മലയാള പേരെന്ന് പറഞ്ഞ് ഇതിൽ തന്നിരിക്കുന്നതിൽ ഒരു സംശയം വേണ്ട, ആൻസർ വരുന്നത് അല്പവിരാമമാണ്. ഓപ്ഷൻ സി ആയിട്ടുള്ള അല്പവിരാമം എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അല്പവിരാമം.
അതിൽ പിന്നെ പൂർണ്ണവിരാമം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഫുൾ സ്റ്റോപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൂർണ്ണവിരാമം എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് തന്നെയാണ്. അർദ്ധവിരാമം എന്ന് വെച്ചാൽ നമ്മൾ സെമി കോളൻ ഇല്ലേ, ഇങ്ങനെ ഒരു കുത്തും ഒരു കൊമിയും നമ്മൾ ഇടുന്നില്ലേ, ഇതാണ് അർദ്ധവിരാമമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപൂർണ്ണ വിരാമം എന്ന് വെച്ചാൽ നമ്മുടെ കോളൻ രണ്ട് ഡോട്ട് ഇങ്ങനെ ഉപയോഗിക്കല്ലേ, അതാണ് അപൂർണ്ണ വിരാമമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഭിത്തിക എന്നൊക്കെ പറയും, അപൂർണ്ണ വിരാമമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോമ എന്നുള്ളതിനെ സൂചിപ്പിക്കാനായിട്ട് എന്ന ചിഹ്നത്തിൻ്റെ മലയാളം പേരെന്ന് ചോദിച്ചാൽ അല്പവിരാമമാണെന്നുള്ളത് ഓർത്തിരിക്കുക, അല്പവിരാമം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. അടുത്തത് അതിലൊരു 6th ക്വസ്റ്റ്യനിൽ ചിലൊരു ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട്, അത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. 7th ക്വസ്റ്റ്യൻ, രാമേശ്വരത്തെ ക്ഷൗരം പോലെ എന്ന ശൈലി സൂചിപ്പിക്കുന്ന വസ്തുത ഏത്? രാമേശ്വരത്തെ ക്ഷൗരം പോലെ എന്ന ശൈലി സൂചിപ്പിക്കുന്ന വസ്തുത എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാമേശ്വരത്തെ ക്ഷൗരം പോലെ, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു ശൈലിയാണ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. പെട്ടെന്ന് നടപ്പിലാകുന്ന പ്രവൃത്തി, ചെയ്തു തീരാത്ത പ്രവൃത്തി, നീചമായ പ്രവൃത്തി, പവിത്രമായ പ്രവൃത്തി. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ രാമേശ്വരത്തെ ക്ഷൗരം പോലെ എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത് അല്ലേ. ആൻസർ നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ? രാമേശ്വരത്തെ ക്ഷൗരം പോലെ എന്നുള്ള ശൈലി കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സംശയമൊന്നും വേണ്ട, ചെയ്തു തീരാത്ത പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ രാമേശ്വരത്തിലെ ക്ഷൗരം എന്ന് പറയുന്നത് കേട്ടോ. ഒരിക്കലും തീരാത്ത പ്രവൃത്തി, ചെയ്തു തീരാത്ത പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത്, കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരുന്നത് ഏത്? കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരുന്നത് ഏത് എന്നാണ് ചോദ്യം. നോക്കാം. വാക് സാമർഥ്യമില്ലെങ്കിൽ നശിച്ചു പോകും, വീണ്ടും വിചാരമില്ലാത്ത സംഭാഷണം ശരിയല്ല, ലക്ഷ്യം തെറ്റിപ്പോയാൽ കുഴപ്പമാണ്, അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു എന്നിങ്ങനെയുള്ള 4 ഓപ്ഷൻസാണ് തന്നത്. ഇതിൽ കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്നുള്ള ചൊല്ലിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, ലക്ഷ്യം തെറ്റിപ്പോയാൽ കുഴപ്പമാണ്. അത് ശരിയല്ല, തെറ്റാൻ പാടില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു എന്നുള്ളതാണ് ശരി കേട്ടോ. പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അതിലും ആ ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ടൈപ്പ് ചെയ്തെല്ലാം ഒരേപോലെ ആയിപ്പോയതുകൊണ്ടാണ്, സോറി. നമുക്ക് അടുത്തേക്ക് ആഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ധനാശി പാടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ധനാശി പാടുക PSCക്കായാലും നമ്മുടെ കേട്ടനായാലും ഒരുപോലെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ധനാശി പാടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: അവസാനിപ്പിക്കുക, നശിക്കുക, കുഴപ്പത്തിലാവുക, ആരംഭിക്കുക. അവസാനിപ്പിക്കുക, നശിക്കുക, കുഴപ്പത്തിലാവുക, അതുപോലെ ആരംഭിക്കുക. ഇതിലെന്താണ് ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം? എന്താണ്? സംശയം വേണ്ട, നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട് പെട്ടെന്ന് പറയാം. ആൻസർ വരുന്നത് അവസാനിപ്പിക്കുക എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ആയിട്ടുള്ള അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ അർത്ഥം? ധനാശി പാടുക എന്നുള്ളതിൻ്റെ അർത്ഥം. ഇത് ശരിക്കും നമ്മുടെ കഥകളിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ, ഒരു പദമാണ് ഈ ശരിക്ക് ധനാശി പാടുക എന്നുള്ളത്. അതായത് കഥകളിലെ ഓരോ കഥ കഴിയുമ്പോഴും അതിൻ്റെ അവസാനമായിട്ടൊരു ശ്ലോകം ചൊല്ലാറുണ്ട്. ആ ശ്ലോകം ചൊല്ലുന്ന രീതിയെ അതിന് വിളിക്കുന്ന പേരാണ് ധനാശി പാടുക എന്ന്. മനസ്സിലായില്ലേ? കഥകളിയൊക്കെ പിന്നെ കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. കഥകളിയുമായി ബന്ധപ്പെട്ട് വരുന്ന ശൈലി ഏതെന്ന് ചോദിച്ചാൽ ഏത് ഞാൻ പറയേണ്ടത്? ധനാശി പാടുക എന്നുള്ളത് തന്നെയാണ് വരിക. ഓക്കെ, അതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. കഥകളിയിൽ എന്തുണ്ട്, ഒരു കഥ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ശ്ലോകം, ഒരു മംഗള ശ്ലോകം പാടാറുണ്ട്, ഓക്കെ, ചൊല്ലാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ശ്ലോകം ചൊല്ലുന്നതിനെ വിളിക്കുന്ന പേരാണ് ധനാശി പാടുക എന്ന്. അതാണ് അവസാനിപ്പിക്കുക. അതായത് കഥകളിൽ ഒരു കഥ അവസാനിക്കുന്നു, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് അവസാനിപ്പിക്കുക, മീൻസ് ധനാശി പാടുക എന്ന് വന്നത്. ഒരു തവണ ചോദിച്ച ക്വസ്റ്റൻ ഇങ്ങനെയാണ്, ചുവടെ തന്ന പിന്നെ ശൈലികളിൽ കഥകളിയുമായി ബന്ധപ്പെട്ടത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക ധനാശി പാടുക എന്നാണ്. തിരിച്ചും ചോദിക്കാറുണ്ട് എന്ന്. ഓക്കെ, അടുത്തത്, പൂമൊട്ട് എന്ന അർത്ഥം വരുന്ന പദം ഏത്? പൂമൊട്ട് എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നാണ്? കലവി, കല്യം, കൽപ്പകം, കലിക. കലവി, കല്യം, കൽപ്പകം, കലിക. ഇതിൽ പൂമൊട്ട് എന്ന അർത്ഥം വരുന്നത് ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ വരുന്നത് കലികയാണ് കേട്ടോ. കലികയാണ് പൂമൊട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. ഈ കലിക ഉത്തരമായിട്ട് മറ്റൊരു ചോദ്യം ഇതിന് മുന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പൂമൊട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് കലിക. ഓക്കെ, കലിക എന്നുള്ളതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വിരിയാനുള്ള ദിവസം എണ്ണിക്കഴിയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എണ്ണിക്കഴിയുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അതിനെയാണ് നമ്മൾ കലിക എന്ന് പറയുക. അപ്പോൾ കലികയാണ് പൂമൊട്ടിൻ്റെ എന്നുള്ള അർത്ഥമായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുക, കലിക. ക്ലിയർ? അടുത്തത്, ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഏതെന്നാണ് ചോദ്യം. ആദേശസന്ധിക്ക് ഇവിടെ തന്നിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഏതെന്നാണ്? വെണ്മ, മുട്ടക്കട, തിരുവോണം, കാറ്റില്ല. കണ്ടാൽ തന്നെ മനസ്സിലാവും, കാരണം തിരുവോണം എന്നൊക്കെ കാണുമ്പോൾ ഏത് സന്ധ്യയാണ്. നമ്മൾ ഒരുപാട് തവണ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, നമ്മൾ ടോപ്പിക് വൈസിൽ പറഞ്ഞാണ് അല്ലേ. മുട്ടക്കട കണ്ടാലും വേഗം മനസ്സിലാവും. അത് രണ്ടും അങ്ങ് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് എത്താൻ പറ്റും. ആദേശസന്ധിക്ക് ഉദാഹരണം. സന്ധി ചോദിച്ചാൽ പെട്ടെന്ന് എപ്പോഴും ചെയ്യേണ്ടത് തന്ന പദത്തിന് പിരിച്ചെഴുതാൻ പറ്റുന്നുണ്ടോ നോക്കണം. അങ്ങനെ എഴുതാൻ പറ്റും, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് എത്താൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ വെണ്മ, വെണ്മയെ നമ്മൾ പിരിച്ചെഴുതിയാൽ നമുക്ക് എന്താ വരിക?
വെണ്മ എന്നുള്ള വാക്ക് നമ്മൾ പിരിച്ചെഴുതിയാൽ നമുക്ക് വരുന്നത് എന്താണ്? വരുന്നത് ഇങ്ങനെയാണ്, വെൽ അധികം മായാണ് അല്ലേ, വെൽ പ്ലസ് മാ, വെൽ അധികം മായാണ് വെണ്മ. ക്ലിയർ? അങ്ങനെയാണ് പിരിച്ചെഴുതാൻ വേണ്ടി പറ്റുക. അടുത്തത് മുട്ടക്കട പിരിച്ചെഴുതി എന്താ വരിക? മുട്ടക്കടയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മുട്ട അധികം കട, അതാണ് മുട്ടക്കട. ഓക്കെ, മുട്ട പ്ലസ് കടയാണ് മുട്ടക്കടം. അത് തിരുവോണത്തെ നമ്മൾ പിരിച്ചെഴുതി നമുക്കറിയാം, ഈ വോ ഒക്കെ വരുന്നത് നമുക്ക് എല്ലാം ഏത് സന്ധ്യ എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. തിരുവോണത്തിന് നമുക്ക് എഴുതിയ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? തിരുവോണത്തെ നമ്മൾ പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് തിരു അധികം ഓണമാണ്, അതായത് തിരു പ്ലസ് ഓണമാണ് തിരുവോണം. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ലാസ്റ്റ് കാറ്റില്ല, കാറ്റില്ല പിരിച്ചെഴുതിയാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? കാറ്റില്ല എന്നുള്ള ഒരു വാക്ക് അല്ലേ, അപ്പോൾ അത് പിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്നത് കാറ്റ് ഇല്ല എന്നാണ്, അതായത് കാറ്റ് ഇല്ല, കാറ്റ് പ്ലസ് ഇല്ല, ഇങ്ങനെയാണ് പിരിച്ചെഴുതിയാൽ കിട്ടുക. ഓക്കെ, ഇനി ഇത് നോക്കി നമുക്ക് എന്ത് പറയാൻ പറ്റണം? സന്ധി പറയാൻ പറ്റണം. ഓക്കെ, നോക്കാം. ഇവിടെ വെൽ അധികം മാ അല്ലേ, അതാണ് വെണ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കിയേ, വെണ്മ എന്നായത്, പക്ഷേ വെൽ അധികം മാ ഈ രണ്ടും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് കൂട്ടിയെഴുതിയാലാണ് വെണ്മയാവുക. അപ്പോൾ ഇവിടുത്തെ ഇള്ളെന്ന് പറയുന്ന ഒരു വാക്ക് അല്ലേ, ഈ ഇള്ളെന്ന് പറയുന്ന സാധനം ഇവിടുന്ന് പോയിട്ട് ഇൺ വരുവോ ചെയ്യുന്നത്, ഇൺ കൂടിച്ചേരുവാണ് ചെയ്യുന്നത് അല്ലേ. ഇള്ള് പോകുന്നു, ഇൺ വരുന്നു, അങ്ങനെ ഒന്ന് പോയി മറ്റൊന്ന് വരുന്നതാണല്ലോ നമ്മൾ പഠിച്ചത് എന്താണ്? ആദേശസന്ധി അല്ലേ. അപ്പോൾ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത്? ആദേശസന്ധിക്ക് ഉദാഹരണമാണ് വെണ്മ. ഓക്കെ, ഇള്ള് പോയി ഇൺ വന്നു. ഓക്കെ, ഇനി അടുത്ത് നേരെ തിരിച്ചിട്ട് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. രണ്ടാമത് നോക്കാം നമുക്ക്. മുട്ടക്കട എന്നാൽ മുട്ടക്കടേൻ്റെ പ്രത്യേകത നോക്കിയേ, മുട്ട അധികം കടയാണ്. അപ്പോൾ ഇവിടെ ഒരു കായാണ്, ഇവിടെ വരുമ്പോൾ ഇക്കാന്നായി, അതായത് ഒരു കായും കൂടി ഇവിടെ അധികം വന്നു എന്ന് വെച്ചാൽ ഇരട്ടിച്ചു അല്ലേ, കാ ഇരട്ടിച്ചു. അങ്ങനെ ഒരു പദം ഇരട്ടിച്ച് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ദ്വിത്വസന്ധി എന്നാണ് പറയുക, ദ്വിത്വസന്ധി അല്ലേ. അപ്പോൾ അവിടുത്തെ ആൻസറായിട്ട് വരുന്നത് ദ്വിത്വസന്ധിയാണ് കേട്ടോ. മുട്ടക്കട എന്ന് പറയുന്നത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്, ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദ്വിത്വസന്ധി. തിരുവോണം എന്ന് വെച്ചാൽ എന്താണ്? തിരു പ്ലസ് ഓണമാണ് അല്ലേ, തിരുവോണം അല്ലേ, ഓണം എന്ന് വെച്ചാൽ എന്താണ് സംഭവം? ഒരു സാധനം അല്ലേ അവിടെ വരും, അഡീഷണൽ വരുക ചെയ്യുന്നത്. അതായത് തിരു പ്ലസ് ഓണത്തിൽ എന്താണ്? വ് എന്നുള്ളൊരു ശബ്ദം അല്ലേ, വ് അല്ലെ വാ എന്നുള്ളൊരു ശബ്ദം എന്താണ് അവിടെ ആഗമിക്കുന്നത് എന്ന് വെച്ചാൽ വരുന്നു, അതാണ് തിരുവോണം. ഓക്കെ, വ് ആഗമിച്ചു, അതാണ് ഇതിന് നമ്മൾ ആഗമസന്ധി എന്നാണ് പറയുക, ആഗമസന്ധി. പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് ആഗമസന്ധി. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് ചെയ്തതാണ്. അടുത്ത കാറ്റില്ല. കാറ്റ് ഇല്ല എന്നുള്ള പദത്തിനെ നിങ്ങൾക്ക് നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ അവിടെ വന്ന് എന്താണ്? ഈ ചന്ദ്രക്കല അല്ലേ, ഇത് നമ്മൾ ലോപിക്കുക ചെയ്യുന്നത്. കാറ്റ്, ആ ഒരു ചന്ദ്രക്കല പോയി ഇല്ല എന്നായി അല്ലേ, കൂടിച്ചേർന്നു എന്ന് വെച്ചാൽ അത് ലോപിച്ചു പോവുക ചെയ്യുന്നത്, ലോപിച്ചു പോകുന്നു എന്ന് വെച്ചാൽ ലോപസന്ധിയാണ്. ക്ലിയർ? അപ്പോൾ ആ കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മറൈൻ ബെൽറ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള പരിഭാഷ ഏത്? മറൈൻ ബെൽറ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള പരിഭാഷ: സമുദ്രമധ്യം, സമുദ്രാന്തരീക്ഷം, സമുദ്രോപരിതലം, അതുപോലെ സമുദ്രപ്രാന്തം. അപ്പം മറൈൻ ബെൽറ്റ് എന്നുള്ളതുകൊണ്ട് എന്താണ് അതിൻ്റെ പരിഭാഷയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? മറൈൻ ബെൽറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ചുറ്റുപാട് അല്ലേ, ഒരു സറൗണ്ടിങ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ആൻസറായിട്ട് ചെയ്ത് വരിക സമുദ്രപ്രാന്തം. ഓക്കെ, അതിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങൾ. ഓക്കെ, നമ്മൾ പ്രാന്തപ്രദേശങ്ങൾ എന്ന് പറയാറില്ലേ, അപ്പോൾ സമുദ്രപ്രാന്തം എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് വരിക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഏരകപ്പുല്ല് നടുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? ഏരകപ്പുല്ല് നടുക എന്ന ശൈലിയുടെ അർത്ഥം: അശുദ്ധി നീക്കുക, തെറ്റ് സമ്മതിക്കുക, കലഹമുണ്ടാക്കുക, അഭിപ്രായ സ്ഥിരതയില്ലാതിരിക്കുക. ഇതിൽ നമ്മൾ ഏത് അർത്ഥത്തിലാണ്? ഏരകപ്പുല്ല് എന്ന് പറയുന്നൊരു ശൈലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏരകപ്പുല്ല് എന്ന് പറയുന്ന ശൈലി നമ്മൾ ഏത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ശരിക്കും ഏരകപ്പുല്ല് എന്ന് പറയുന്ന ശൈലി വന്നത് പണ്ടത്തെ നമ്മൾ ഈ കൃഷ്ണൻ്റെ കഥകളുമായി ബന്ധപ്പെട്ട ഒരു ശൈലിയാണ് ശരിക്കും ഈ ഏരകപ്പുല്ല് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതിൽ യാദവ വംശം നശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ എന്താണ് മദ്യപിച്ചിട്ട് കലകുണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. കലകുണ്ടാക്കുന്ന ഈ ഏരകപ്പുല്ല് എന്ന് പറഞ്ഞ സാധനം പറിച്ചിട്ടൊക്കെ അടിയുണ്ടാവും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ തല്ലി തീർക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന അതിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഈ നശിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും എന്തുണ്ടായത്? പിന്നെ ഏരകപ്പുല്ല് എന്ന് പറയുന്നത് നശിക്കുക മീൻസ് കലഹമുണ്ടാക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഏരകപ്പുല്ല് നടുക എന്നുള്ള ശൈലിയിൽ വന്നിട്ട്. ഏരകപ്പുല്ല് നടുക മീൻസ് കലഹമുണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, കലഹമുണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത് എന്നാണ് ചോദിച്ചത് കേട്ടോ. ഇവിടെ ഒരു 3 വാക്യം തന്നിട്ടുണ്ട്, 1, 2, 3. അതിൽ ശരിയായത് ഏതൊക്കെയോ? ചിലപ്പോൾ ഒന്നാവാം അല്ലെങ്കിൽ ഒന്നിലധികമാവാം. നോക്കാം. 10ഓളം സ്ഥാപനങ്ങൾ ഇവരുടേതായി ഉണ്ട്. രണ്ടാമത്തെ വാക്യം നോക്കാം. ഏതാണ്ട് 10ഓളം സ്ഥാപനങ്ങൾ ഇവരുടേത് ആയി ഉണ്ട്. ലാസ്റ്റ് നോക്കാം. ഏതാണ്ട് 10 സ്ഥാപനങ്ങൾ ഇവരുടേതായി ഉണ്ട്. ഓക്കെ, ഇവരുടേതായി ഉണ്ട് എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. അവിടെ ചെറിയൊരു ലാസ്റ്റ് ടൈപ്പിംഗ് ഇത് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 3 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു. 10ഓളം സ്ഥാപനങ്ങൾ ഇവരുടേതായി ഉണ്ട്, ഏതാണ്ട് 10ഓളം സ്ഥാപനങ്ങൾ ഇവരുടേതായി ഉണ്ട്, പിന്നെയോ ഏതാണ്ട് 10 സ്ഥാപനങ്ങൾ ഇവരുടേതായി ഉണ്ട്. അപ്പോൾ ഇതിൽ ശരിയായത് ഒരെണ്ണമാണോ അല്ല രണ്ടെണ്ണമാണോ അല്ല 3 ശരിയാണോ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ഇവിടെ ഏതാണ് പറയാൻ പറ്റുമോ?
കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായതാ ഏതാണ്ട് 10ഓളം എന്ന് നമ്മൾ പ്രയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. 10ഓളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഏകദേശമാണ് അല്ലേ. അപ്പോൾ പിന്നെ ഏതാണ്ട് 10ഓളം എന്ന് രണ്ടും ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ടാമത്തത് തെറ്റാണ്, ബാക്കി രണ്ടും എന്തിനാണ് ശരിയാണ് അല്ലേ. 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയായിട്ട് വരുന്ന ഏതാണ്, ഇതാ ഓപ്ഷൻ ബി ആണ് വരിക. സോറി, ഓപ്ഷൻ ബി അല്ല, 1ഉം 3ഉം ആണ്. 1ഉം 3ഉം 1ഉം 3ഉം എന്ന് പറഞ്ഞാൽ ഏതാ വരിക, ഓപ്ഷൻ സിയിലാണുള്ളത് 1ഉം 3ഉം. ഓക്കെ, 1ഉം 3ഉം ഓപ്ഷൻ സി. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്ലിയർ. അപ്പോൾ ഇത്രയാണ്. അതിൽ 2 ക്വസ്റ്റ്യൻ ചെറിയൊരു കംപ്ലയിൻ്റ് ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ഓക്കെ, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും, ഒന്നിലൊരു ക്വസ്റ്റ്യനും ഓപ്ഷൻ വേറെ ക്വസ്റ്റ്യൻ്റെ ആയിപ്പോയി, അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നുപോയി, കുഴപ്പമില്ല, നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് എക്സാമിന് നിങ്ങൾക്കൊന്നും കിട്ടാതിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ മാക്സിമം ടഫിലെ ക്വസ്റ്റൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം നമ്മൾ അത്രയും ടഫിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നോ എക്സാം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു നമുക്ക് സാധ്യത കൂടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത സെഷനിൽ കാണാം. താങ്ക്